Good afternoon, all. Welcome to Civils 360 IAS Academy and welcome to today's Hindu newspaper analysis. നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. Before that, we are introducing a new program called Prelims Mains Companion. എന്താണ് ഈ പ്രോഗ്രാം അല്ലേ? This is an integrated Prelims Mains test series. എന്നാൽ ടെസ്റ്റ് സീരീസ് മാത്രമല്ല, it includes classes. ഓക്കെ, നിങ്ങൾക്ക് പ്രിലിംസിൻ്റെ പ്രിപ്പറേഷൻ ആണെങ്കിലും പ്രിലിംസ് ഇപ്പോൾ ഏകദേശം ഒരു നവംബർ ഡിസംബർ ആകുമ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. ദെൻ ബിഫോർ ദാറ്റ് നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്യണം? മെയിൻസിൻ്റെ പോർഷൻസ് പഠിച്ച് തീർന്ന് അത് പ്രോപ്പറായിട്ട് ടെസ്റ്റ് ഒക്കെ എടുത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ ഇപ്പോഴും നേരം വൈകിട്ടില്ല. അപ്പോൾ പല സ്ഥലത്താണെന്നുണ്ടെങ്കിലും മേ ബി നിങ്ങൾ ഇപ്പോൾ CAPF എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരും CAPF എക്സാമിന് വേണ്ടി അത് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അഗെയിൻ UPSC സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. സോ ദിസ് ഇസ് എ റൈറ്റ് ടൈം ആക്ച്വലി ടു ജോയിൻ ദിസ് പ്രോഗ്രാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൃത്യം ജോയിൻ ചെയ്യാൻ പറ്റിയൊരു ടൈമും കൂടിയാണിത്. ദെൻ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ഷുവർ എന്നും പ്രിലിം ഷുവർ എന്നും ഈ പ്രോഗ്രാമിൽ നമ്മൾ രണ്ടായി തിരിക്കും. അതായത് മെയിൻ ഷുവർ ഈസ് ഫോർ യുവർ മെയിൻസ് പ്രിപ്പറേഷൻ ആൻഡ് പ്രിലിം ഷുവർ ഈസ് ഫോർ യുവർ പ്രിലിംസ് പ്രിപ്പറേഷൻ. ഫസ്റ്റ് മെയിൻസ് ഷുവർ ആയിരിക്കും. അതിനകത്ത് മെയിൻസ് ടെസ്റ്റ് സീരീസ് ഉണ്ടാവും, ഡെയിലി ആൻസർ റൈറ്റിംഗ് ഉണ്ടാവും, സബ്ജക്ട് ടെസ്റ്റുകൾ, ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ. അത് മാത്രമല്ല ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും. എല്ലാ സബ്ജക്ട്സിനെയും നിങ്ങൾ സമ്മറൈസ് ചെയ്ത് വാട്ട് യു നീഡ് ടു സ്റ്റഡി, വാട്ട് യു ഡോണ്ട് നീഡ് ടു സ്റ്റഡി, PYQs ഒക്കെ അനലൈസ് ചെയ്ത് എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, എത്രത്തോളം പഠിക്കണം, ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ പ്രോപ്പറായിട്ട് പറഞ്ഞു തരുന്നു. ദെൻ ദിസ് പ്രോഗ്രാം ഇസ് ഇൻ ഹൈബ്രിഡ് മോഡൽ, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ജോയിൻ ചെയ്യാം. വൺസ് നമ്മുടെ മെയിൻ ഷുവർ എന്ന് പറഞ്ഞ പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഭാഗം കംപ്ലീറ്റ് ചെയ്ത് പ്രിലിംസ് ഷുവർ സ്റ്റാർട്ട് ചെയ്യും. അതിനകത്ത് പ്രിലിംസ് പ്രിപ്പറേഷൻ ആയിരിക്കും. അതൊരു നവംബർ മാസത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ദെൻ നവംബറിൽ ഞങ്ങളുടെ സെക്കൻഡ് ബാച്ച് ആയിരിക്കും, സെക്കൻഡ് സൈക്കിൾ ഓഫ് പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ആയിരിക്കും. ദെൻ ഒക്ടോബർ ആകുമ്പോഴത്തേന് ഞങ്ങളുടെ ഫസ്റ്റ് സൈക്കിൾ ഓഫ് പ്രിലിംസ് ഷുവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ദിസ് പ്രോഗ്രാം ഇസ് എ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ യുവർ എൻറ്റയർ UPSC സിവിൽ സർവീസ് എക്സാം പ്രിപ്പറേഷൻ. സോ ഡോണ്ട് വറി ആൻഡ് ജോയിൻ ദിസ്. നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ലെവൽ എത്രയാണെന്നൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ബിഗിനർ ആയിക്കോട്ടെ, വർക്കിംഗ് പ്രൊഫഷണൽ ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിപ്പീറ്റർ ആയിക്കോട്ടെ, എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തേക്കുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് യു ക്യാൻ കോൺടാക്ട് ഇൻ ദിസ് നമ്പർ. അല്ലാന്നുണ്ടെങ്കിൽ ഇമെയിൽ ID വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ സിവിൽ 360 IAS അക്കാദമിയുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഇതിനെക്കുറിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ദെൻ നമുക്ക് ഓരോ ന്യൂസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ഞായറാഴ്ചത്തെയും തിങ്കളാഴ്ചത്തെയും ന്യൂസ് ഒരുമിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ കുറച്ച് ന്യൂസുകൾ സൺഡേത്തെ ആയിരിക്കും, കുറച്ച് ന്യൂസുകൾ മൺഡേയിലായിരിക്കും. The first news, India's first privately made orbital rocket Vikram 1 places payloads into orbit. അതായത് ഇന്ത്യക്ക് ഇത് ചരിത്ര നിമിഷമായിരുന്നു 2 ദിവസം മുന്നേ, അല്ല ഇന്നലെ അല്ലേ, അതായത് ഇന്നലെ അല്ല മിനിഞ്ഞാണ്, 2 ദിവസം മുന്നേ ഫസ്റ്റ് പ്രൈവറ്റ്ലി ഡെവലപ്ഡ് ലോഞ്ച് വെഹിക്കിൾ വിക്രം 1 സക്സസ്ഫുൾ ആയിട്ട്, അതായത് നമ്മൾ കുറേ സാറ്റലൈറ്റ്സ് ഒക്കെ പ്രൈവറ്റ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള ലോഞ്ച് വെഹിക്കിൾ യൂസ് ചെയ്തിട്ട് ഓർബിറ്റിൽ പ്ലേസ് ചെയ്യാൻ പറ്റി. സോ അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ് ആ ന്യൂസ്. ദെൻ വാട്ട് ഗോസ് ഡസ് സെമികോൺ 2.0 എയിംസ് ടു അച്ചീവ്, അതായത് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസും എന്തൊക്കെ ചലഞ്ചസ് ആണ് നേരിടുന്നത് എന്നുള്ളതും. ദെൻ വാട്ട് ആർ ദ ഗെയിൻസ് ഫ്രം ഇന്ത്യ UK ട്രേഡ് ഡീൽ, ഈ അടുത്ത് കോംപ്രഹെൻസീവ് എക്കണോമിക് ആൻഡ് ട്രേഡ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് UK സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു 360 ഡിഗ്രിയിലുള്ള ഒരു ഡീറ്റെയിൽ ആയിരുന്നു ആ ആർട്ടിക്കിളുണ്ടായേ. ദെൻ ഒരു പുതിയൊരു മങ്കി സ്പീഷീസിനെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചും സ്റ്റാർക്ക് റിയാലിറ്റി ഓഫ് മിസ്സിംഗ് ജോബ്സ് ഫോർ ഇന്ത്യൻ ജെൻസി, അതായത് ജനറേഷൻ Z, അതായത് ജെൻസി 1997-നും 2012-നും ഇടയിൽ ജനിച്ച ആൾക്കാരാണ് നമ്മൾ ജെൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജനിച്ചേക്കുന്ന ആൾക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്? മെയിൻലി നമ്മൾ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ വെച്ച് നോക്കിയിട്ട് ഇവർ അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഇതുപോലുള്ള ചലഞ്ചസ് നേരിടുന്നത്. ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് ചലഞ്ചസും അല്ലാന്നുണ്ടെങ്കിൽ ഈ എഡ്യൂക്കേഷൻ ഫീൽഡിലൊക്കെ ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താ, അതിൻ്റെ സൊല്യൂഷൻ എന്താ, ഇത്തരം കാര്യങ്ങളും. ദെൻ മച്ച് മോർ ദാൻ
മെൽബോർണെ മീറ്റ് മോദി. അതായത് ഇന്ത്യ ഓസ്ട്രേലിയ റിലേഷൻഷിപ്പ്. കുറച്ച് ഈ മാസത്തിൻ്റെ തുടക്കങ്ങളിൽ മോദിയും പിന്നെ അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്ററും തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആണ്. ഇത് ഒരുപാട് പ്രാവശ്യം ഞാൻ തന്നെ കറണ്ട് അഫയേഴ്സിൽ പറഞ്ഞിട്ടുണ്ട്. അഗെയിൻ റിപ്പീറ്റിംഗ് ആണ് മാത്രം. ദെൻ ദ ഫസ്റ്റ് ന്യൂസ്. Skyroot Aerospace successfully launched Vikram 1 under Mission Agaman. It is India's first privately developed orbital rocket to successfully place payloads the low Earth orbit. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രൈവറ്റ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള വിക്രം 1 എന്നറിയപ്പെടുന്ന ലോഞ്ച് വെഹിക്കിൾ നമ്മൾ ലോഞ്ച് ചെയ്തിട്ട് സക്സസ്ഫുള്ളായി ഇന്ത്യയിലെ ഭൂമിയുടെ ലോ എർത്ത് ഓർബിറ്റിലോട്ട് നമ്മൾ സാറ്റലൈറ്റ്സ് ഒക്കെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒന്നാമത് ഉണ്ടാകുന്നത്. ലോകത്തിൽ 3-ാം സ്ഥാനത്താണ് ഇന്ത്യ. അതായത് ഫസ്റ്റ് US, ദെൻ ചൈന. ഈ 2 രാജ്യങ്ങളിൽ മാത്രമാണ് പ്രൈവറ്റ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി ലോഞ്ച് വെഹിക്കിൾ ബിൽഡ് ചെയ്തിട്ട് അത് സക്സസ്ഫുൾ ആകുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു പ്രോഗ്രാമിന് മിഷൻ ആഗമൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഇത് പ്രൈവറ്റ്ലി ഡെവലപ്പ് എന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ പേരാണ് സ്കൈറൂട്ട്. ഓക്കെ, സ്കൈറൂട്ട്. ദെൻ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ വിക്രം 1നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ 3-stage ഓർബിറ്റൽ ലോഞ്ച് വെഹിക്കിളാണ്. 3 സ്റ്റേജുള്ള ഒരു ഓർബിറ്റൽ ലോഞ്ച് വെഹിക്കിളാണ്. ദെൻ പേലോഡ് കപ്പാസിറ്റി ഏകദേശം 350 കിലോഗ്രാം ടു ലോ എർത്ത് ഓർബിറ്റ്. ഇന്ത്യയുടെ ലോ എർത്ത് ഓർബിറ്റിലോട്ട് 350 കിലോഗ്രാം വരെ വെയിറ്റ് വരുന്ന പേലോഡ്സ് നമുക്ക് എത്തിക്കാൻ പറ്റും. ദെൻ ഓൾ കാർബൺ കോമ്പോസിറ്റ് സ്ട്രക്ചർ. ഇതിൻ്റെ പ്രത്യേകതകളാണോ പറയുന്നത്. ഓൾ കാർബൺ കോമ്പോസിറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിൽഡ് ചെയ്തേക്കുന്നത് കുറേ കാർബൺ ഫൈബറൊക്കെ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ദെൻ 3D പ്രിന്റഡ് എഞ്ചിനാണ്. അതായത് 3D പ്രിന്റഡ് എഞ്ചിൻ. അതിൻ്റെ എഞ്ചിനൊക്കെ 3D പ്രിന്റഡ് ആണ്. അതൊരു അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് 3D പ്രിന്റിംഗ് എന്ന് പറയുന്നത്. ഹൈ ത്രസ്റ്റ് സോളിഡ് ഫ്യൂവൽ ബൂസ്റ്റേഴ്സ് ആൻഡ് ഇൻഡിജീനിയസ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഒക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് ദ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ദിസ് ഇസ് ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് സ്കൈറൂട്ട് ലോഞ്ച് വെഹിക്കിൾ. ഓക്കെ, ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ? സ്കൈറൂട്ട് ലോഞ്ച് വെഹിക്കിൾ അല്ല, വിക്രം 1 ലോഞ്ച് വെഹിക്കിൾ. The significance for India's space program. First thing, it is strengthening the commercial space ecosystem. നമുക്ക് ഇതുവരെ ഇത്രയും നാൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ISRO ആയിരുന്നു മെയിനായിട്ടും ലോഞ്ച് വെഹിക്കിളൊക്കെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ISROനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രൈവറ്റ് സിസ്റ്റം ഡെവലപ്പ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലോഞ്ച് വെഹിക്കിളൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ സ്പേസ് സെക്ടറൊക്കെ നമുക്ക് കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ആകുന്നുണ്ട്. പിന്നെ ഇന്ത്യ ഒരുപാട് പ്രൈവറ്റ് സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ വേണ്ടി അല്ലെങ്കിൽ അവർ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാം ഓൾറെഡി നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ നിലവിൽ പണ്ട് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമാണ് സ്പേസ് സെക്ടറിലോട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് മാറ്റി പ്രൈവറ്റ് സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ കൂടി കൊണ്ടുവരുത്താൻ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായത്. അതിന് എക്സാമ്പിളാണ് ഇൻസ്പേസ്, അല്ലാന്നുണ്ടെങ്കിൽ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ 2 ഏജൻസീസ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ കൂട്ടാനായിട്ട്. അപ്പോൾ അതൊക്കെ ഏകദേശം സക്സസ് ആകുന്നുണ്ട്. നമ്മുടെ ബൂസ്റ്റ് സ്പേസ് റീഫോംസ് നമ്മൾ ചെയ്യുന്നത് അതിനൊക്കെ ഹെൽപ്പ് ആകുന്നുണ്ട്. ദെൻ വാട്ട് ഇസ് എ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്? എൻഹാൻസേഴ്സ് ഇന്ത്യസ് സെൽഫ് റിലയൻസ് ഇൻ ക്രിട്ടിക്കൽ സ്പേസ് ടെക്നോളജീസ്. ഇതുപോലെയുള്ള ക്രിട്ടിക്കൽ സ്പേസ് ടെക്നോളജിയിൽ ഇന്ത്യയുടെ സെൽഫ് റിലയൻസ്, ഇന്ത്യ മറ്റൊരു രാജ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. ഓക്കെ, ദെൻ എക്സ്പാൻഡിങ് ഗ്ലോബൽ സ്പേസ് എക്കണോമി encourages innovation, entrepreneurship, high technology manufacturing. ഒന്ന് ആലോചിച്ച് നോക്ക്, പ്രൈവറ്റ് സെക്ടർ സക്സസ് ആയി. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തല്ല കുറേ പ്രൈവറ്റ് സെക്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് ഫണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ട് ബ്രെയിനുള്ള ഒരുപാട് സ്കിൽഡ് വർക്ക് ഫോഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരുടെ ഒരു കോൺട്രിബ്യൂഷൻ നല്ല രീതിയിൽ സ്പേസ് എക്കണോമി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇന്ത്യക്ക് സഹായിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് ന്യൂസ്. ദ യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ്ഡ് India Semiconductor Mission 2.0 with an outlay of 1.27 lakh crore. മറ്റൊരു സ്കീം കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്, മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ് സ്കീം വിത്ത് an outlay of 62,500 crore. അതായത് 2 സ്കീം അത്രേ ഉള്ളൂ. അതായത് ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷൻ അത് ഓൾറെഡി ഉണ്ടായിരുന്നു. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 1.0 ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സെക്കൻഡ് ഫേസ് ആണ് ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷൻ 2.0 എന്ന് പറയുന്നത്. അപ്പോൾ അത് അഗെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൊബൈൽ മാനുഫാക്ചറിങ് സ്കീമും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ? എന്തിനാ ഈ സ്കീം?
strengthen the India's semiconductor ecosystem and mobile manufacturing under Atmanirbhar Bharat. Atmanirbhar Bharat എന്ന് പറഞ്ഞാൽ സെൽഫ് റിലയൻറ്റ് ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ എന്ത് ചെയ്യുക, സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് എന്താ, സോ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് എന്താ കമ്പോണൻറ്റ് ഓഫ് ന്യൂ ടെക്നോളജീസ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ക്വാണ്ടം ടെക്നോളജി ആണെന്നുണ്ടെങ്കിലും ഏതൊരു മേഖല, ഡിഫൻസ് മേഖലയിലാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ആ സെമി കണ്ടക്ടർ ഇന്ത്യ നിലവിൽ പല രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യും, മറ്റ് രാജ്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുക, തായ്വാൻ, സൗത്ത് കൊറിയ മുതലായ രാജ്യങ്ങൾ, ചൈന. അപ്പോൾ ഇതുപോലെ ഡിപ്പെൻഡൻസി കുറച്ച് ഇന്ത്യയിൽ തന്നെ സെമി കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതൊരു നല്ലൊരു സെമി കണ്ടക്ടർ എക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെമി കണ്ടക്ടർ മിഷൻ 2.0 വന്നേക്കുന്നത്. അതുപോലെ തന്നെ മൊബൈൽ മാനുഫാക്ചറിങ് സ്കീം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് മൊബൈൽ ഫോൺസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താ, ഇന്ത്യയിൽ തന്നെയാണോ അത് ഉണ്ടാക്കുന്നത് എന്നാണ് അർത്ഥം? അല്ല, നിലവിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് മൊബൈൽ ഫോൺസിൻ്റെ കമ്പോണൻസ് കൊണ്ടുവന്നിട്ട് അത് ഇന്ത്യയിൽ യോജിപ്പിച്ച് ചേർത്ത് ഫോണാക്കുന്നു. ഓക്കെ, ഇതാണ് ആക്ച്വലി ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നോക്കുമ്പോൾ എന്താ, ഇന്ത്യയിലാണ് കൂടുതൽ ഒരുപാട് ഫോണുകൾ മാനുഫാക്ചർ ചെയ്യുന്നത് അല്ലേ. പക്ഷെ അതിൻ്റെ കമ്പോണൻസ് ഒക്കെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആക്ച്വലി നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ് സ്കീമൊക്കെ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ദെൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സെമി കണ്ടക്ടർ മിഷൻ 2.0 എന്ന് പറയുമ്പോൾ ഒരു 5 ഇയേഴ്സിനാണ് കൊണ്ടുവന്നേക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെമി കണ്ടക്ടർ മിഷനിൽ ഫോക്കസ് ചെയ്തിരുന്ന കുറച്ച് ഏരിയാസ് ഉണ്ടായിരുന്നു. അത് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തു, കുറച്ചും കൂടി ഒരുപാട് ഏരിയയിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ മാത്രമായിരുന്നു നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷന് കൂടെ ചിപ്പ് പാക്കേജിങ് ആൻഡ് അസംബ്ലിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ചിപ്പ് ഡിസൈൻ എക്കോസിസ്റ്റം, സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് എക്യുപ്മെന്റ്സ്, സെമി കണ്ടക്ടർ ഗ്രേഡ് കെമിക്കൽസ് ആൻഡ് ഗ്യാസസ് ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഈ എല്ലാ മേഖലകളിലും നമ്മുടെ ഈ പ്രാവശ്യത്തെ സെമി കണ്ടക്ടർ മിഷൻ 2.0 ഫോക്കസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് പണ്ട് നമ്മൾ ആകെ ഫാബ്രിക്കേഷനിൽ മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. ദെൻ ഡിഫറൻസ് പറയുന്നുണ്ട്, സെമി കണ്ടക്ടർ മിഷൻ 1.0യും 2.0യും തമ്മിലുള്ള വ്യത്യാസം. മറ്റേത് 2021 തുടങ്ങി, ഇത് 2026 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഔട്ട്ലൈ കൊടുത്തിട്ടുണ്ട്, ബഡ്ജറ്റ് ഔട്ട്ലൈ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സെമി കണ്ടക്ടർ മിഷൻ 1.0 പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സബ്സിഡി പ്രൊവൈഡ് ചെയ്യും. സബ്സിഡി പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഇതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് ഒക്കെ നമുക്ക് കുറഞ്ഞു, പിന്നെ കൺസ്യൂമേഴ്സിനും അധികം പൈസ കുറവിൽ തന്നെ നമുക്ക് ലഭിക്കും ഒരു പരിധി വരെ. അപ്പം അങ്ങനെ ആകുമ്പോൾ ഹെൽപ്പായിരുന്നു. പക്ഷെ ഇനി ഈ പറയുന്ന 2.0 അത്ര അധികം സബ്സിഡി കൊടുക്കുന്നില്ല. പണ്ട് 50% സബ്സിഡി കൊടുത്തിരുന്ന സമയത്ത് ഇനിയിപ്പോൾ ഒരു 30 to 40% സബ്സിഡി കൊടുക്കുന്നു. അതിനുള്ള കാരണം ഗവൺമെൻറ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നല്ലൊരു സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് എക്കോസിസ്റ്റം ഇന്ത്യയിൽ ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അധികം സബ്സിഡി കൊടുക്കണ്ട, കാരണം സബ്സിഡി കൊടുക്കുക എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്സിഡി അധികം കൊടുക്കുന്നില്ല, മറിച്ച് മറ്റു രീതിയിലാണ് ഇനി മുതൽ ഇന്ത്യ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ദെൻ 1.0 ഫോക്കസ് ഓൺ ദ ഫാബ്രിക്കേഷൻ ആൻഡ് പാക്കേജിങ്. 2.0 എന്ന് പറയുമ്പോൾ കവേഴ്സ് ദ കംപ്ലീറ്റ് സെമി കണ്ടക്ടർ എക്കോസിസ്റ്റം ഫോക്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഔട്ട്കംസ് ഓഫ് ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷൻ 1.0ൻ്റെ ഔട്ട്കംസ് ഒക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് വായിച്ചാലും മതി, ഇത് അത്രയധികം ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ 12 സെമി കണ്ടക്ടർ പ്രോജക്റ്റ് അപ്രൂവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് സെമി കണ്ടക്ടർ പാക്കേജിങ് യൂണിറ്റുകൾ, സിലിക്കൺ ഫാബ്രിക്കേഷൻ പ്ലാന്റ്സ്, ഇതൊക്കെയാണ് 1.0ൻ്റെ അച്ചീവ്മെൻറ്റ്സ്. അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, ഓക്കെ, പക്ഷെ അധികം ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ദെൻ വൈ ദ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് മാറ്റേഴ്സ്. എന്തുകൊണ്ട് സെമി കണ്ടക്ടർ നമ്മൾ ഉണ്ടാക്കണം? ഫസ്റ്റ് റീസൺ, റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ ഇമ്പോർട്ട്. നമ്മൾ ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്യുമ്പോൾ മറ്റു രാജ്യങ്ങളെ അത് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമില്ല, ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മെയിനായിട്ടും ചൈനേനെയും തായ്വാനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെൽഫ് റിലയൻസ് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും, മറ്റു രാജ്യങ്ങളെ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇന്ത്യക്ക് നിൽക്കാൻ പറ്റും. ഇംപ്രൂവ് സപ്ലൈ ചെയിൻ റിസൈലൻസ് ആഫ്റ്റർ COVID-19 ഡിസ്റപ്ഷൻ. COVID-19 വന്നതിന് ശേഷം സെമി കണ്ടക്ടറിൻ്റെ സപ്ലൈ ചെയിനിലൊക്കെ ഒരുപാട് പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അഡ്രസ് ജിയോ പൊളിറ്റിക്കൽ റിസ്ക് അറൈസിംഗ് ഫ്രം ദ US-China ടെക്നോളജി ടെൻഷൻ. US-ഉം ചൈനയും തമ്മിൽ ടെക്നോളജി മാറ്റേഴ്സിൽ ഒരുപാട് ടെൻഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടെക്നോളജി ആക്സസ് ചെയ്യുന്നതിലും ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ മറ്റു രാജ്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ചൈനയും US-നും, മറിച്ച് നമുക്ക് ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്യാം. ദെൻ ഇന്ത്യാസ് റോൾ ഇൻ ഗ്ലോബൽ ഇലക്ട്രോണിക്സ് വാല്യൂ ചെയിൻ സ്ട്രെങ്തൻ ചെയ്യാം. അതുപോലെ തന്നെ എൻഹാൻസ് ദ ടെക്നോളജിക്കൽ സോവറിനിറ്റി ആൻഡ് നാഷണൽ സെക്യൂരിറ്റി. നമുക്ക് ഇപ്പോൾ വെസ്റ്റ് ഏഷ്യ ക്രൈസിസ് ഉണ്ടായി. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇറാനും US-ഉം തമ്മിൽ ക്രൈസിസ് ഉണ്ടായി. ഇപ്പോൾ ഇന്ത്യ വലിയൊരു പാഠം പഠിച്ചിട്ടുണ്ട്. ഇന്ത്യ സെൽഫ് റിലയൻ്റ് ആയേ പറ്റൂ. കാരണം നമ്മൾ ഓയിൽ ഏകദേശം 90% ഓയിൽ നമ്മൾ
ഇമ്പോർട്ട് ചെയ്യുകയാണ്. വെസ്റ്റ് ഏഷ്യയിൽ ക്രൈസിസ് വന്നപ്പോൾ നമ്മുടെ അടുക്കളയിൽ വരെ പൈസ കൂടി എന്ന് പറയില്ലേ, അതായത് LPGയുടെ പ്രൈസ് അടക്കം കൂടി. നമ്മൾ മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യണതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിരുന്നു അത്. അപ്പം അത് ഇന്ത്യ ഒഴിവാക്കണം. അപ്പോൾ അത് എല്ലാ മേഖലയിലും വേണം. സെമി കണ്ടക്ടർ മേഖലയിലാണെന്നുണ്ടെങ്കിലും വേണം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്കീം നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ദെൻ മൊബൈൽ മാനുഫാക്ചറിങ് സ്കീമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇൻക്രീസ് ഡൊമസ്റ്റിക് വാല്യൂ അഡീഷൻ ഇൻ മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ്, പ്രൊമോട്ട് ഇൻഡിജീനിയസ് ഹാൻഡ്സെറ്റ് ഡിസൈൻ ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. വെറുതെ നമ്മൾ സബ്സിഡിയും കാര്യങ്ങളും മാത്രമല്ല കൊടുക്കുക, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ദെൻ റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ ഇമ്പോർട്ടഡ് കമ്പോണൻസ്. ഞാൻ പറഞ്ഞില്ലേ, ഫോൺ ഒരുപാട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ. പക്ഷേ ഇന്ത്യയിൽ എന്താ പറയുക, അത് അസംബിൾ ചെയ്തിട്ട് ജസ്റ്റ് ജോയിൻ ചെയ്ത് ഒരു ഫോൺ ആക്കുന്നു. ഇതാണ് കൂടുതൽ നടക്കുന്നത്. അല്ലാതെ ഇന്ത്യയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തിയിട്ട് ഇതിന്റെ കമ്പോണൻസ് ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല അധികം. അപ്പോൾ റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ ഇമ്പോർട്ടഡ് കമ്പോണൻസ് ആൻഡ് ഹയർ ഇൻസെൻറ്റീവ് ഫോർ ഗ്രേറ്റർ ലോക്കൽ ഡിസൈൻ ആൻഡ് വാല്യൂഷൻ. ഇന്ത്യയിൽ തന്നെ ഡിസൈൻ ചെയ്യുന്നതിനൊക്കെ നല്ല ഒരുപാട് ഇൻസെൻറ്റീവ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഈ ഒരു സ്കീം വഴി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ന്യൂസ്. ഈ ന്യൂസ് ഓൾറെഡി നമ്മൾ കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യൂസാണ്. പിന്നെ ഇത് ഞായറാഴ്ചത്തെ ന്യൂസ് പേപ്പറിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഒരുപാട് ഡാറ്റയും ഒരുപാട് ഫാക്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തേക്കുന്നത്. ഇതിനെ വേറെ രീതിയിലായിരിക്കും, എന്നാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നു. എന്നാൽ വേറെ രീതിയിലായിരിക്കും നമ്മൾ ആ ന്യൂസ് എന്നുള്ള രീതിയിലല്ല അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ആ മാറ്റർ നമ്മൾ വൃത്തിക്ക് ഒരു UPSC എക്സാം, ഒരു മെയിൻസ് എക്സാം പെർസ്പെക്റ്റീവിൽ നമ്മൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. Then India-UK Comprehensive Economic and Trade Agreement and Double Contribution Convention came into force in July 15, 2026. July 15 എന്തുണ്ടായി, ഇന്ത്യയും UK തമ്മിൽ 2 എഗ്രിമെന്റ്, അതായത് കോംപ്രഹെൻസീവ് എക്കണോമിക് ട്രേഡ് എഗ്രിമെന്റ് ആൻഡ് ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ നിലവിൽ വന്നു. അപ്പം അങ്ങനെ 2 എഗ്രിമെന്റ് വന്നപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ, അതാണ് ന്യൂസ്. ഓക്കെ, ഇതിൽ കോംപ്രഹെൻസീവ് എക്കണോമിക് ആൻഡ് ട്രേഡ് എഗ്രിമെന്റ് എന്ത് റിലേറ്റഡ് ആയിട്ടായിരിക്കും? 2 രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് റിലേറ്റഡ് ആയിരിക്കും. അതിൽ ഒരുപാട് കൺസെഷൻസ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇന്ത്യയിലോട്ടും പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ കുറേ കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യാമെന്നായിരിക്കും UK-യിലോട്ട്. അപ്പോൾ UK-യിൽ എക്സ്പോർട്ട് ചെയ്തിട്ട് അവിടെ ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടാക്സ് ഒക്കെ പിടിക്കുമായിരുന്നു. അപ്പോൾ ടാക്സ് ഒക്കെ പിടിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഗുഡ്സിൻ്റെ പ്രൈസ് ഒക്കെ കൂടുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നില്ല, പൈസ കൂടുതലായിരുന്നു. പക്ഷേ UK നമ്മളെ അഗ്രിമെൻ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഈ UK-യിൽ നമ്മളൊരു സാധനം ഇറക്കുമതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും അധികം ടാക്സ് ഒന്നും പിടിക്കത്തില്ല. അപ്പോൾ ഒരുപാട് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പാലിട്ട് കഴിഞ്ഞാൽ തിരിച്ചും വേണമല്ലോ. അപ്പോൾ അതുപോലെ UK-യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഇതുപോലെ ഒരുപാട് ടാക്സ് റിഡക്ഷനും താരിഫ് റിഡക്ഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രേഡ് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു എഗ്രിമെന്റ് വന്നിരിക്കുന്നത്, കോംപ്രഹെൻസീവ് എക്കണോമിക് ആൻഡ് ട്രേഡ് എഗ്രിമെന്റ്. ഇതിന് മറ്റു ഇമ്പോർട്ടൻസ് നോക്കാം. ഫസ്റ്റ്, ഇറ്റ് ബൂസ്റ്റ് ദ ഇന്ത്യൻ എക്സ്പോർട്ട്. അതായത് 99% ഓഫ് ഇന്ത്യൻ എക്സ്പോർട്സ് ബൈ വാല്യൂ ടു ദ UK വിൽ എൻജോയ് ദ ഡ്യൂട്ടി ഫ്രീ ആക്സസ്. ഡ്യൂട്ടി ഫ്രീ ആക്സസ് ആയിരിക്കും 99% ഓഫ് ഇന്ത്യൻ എക്സ്പോർട്സിന്. ഓക്കെ, ടാക്സും താരിഫുകളും അധികം കൊടുക്കേണ്ട വരത്തില്ല. ഇതിന് ആക്ച്വലി ബെനിഫിറ്റ് ആകുന്ന സെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റൈൽ ഗാർമെന്റ്സ്, നമ്മൾ ഈ ടെക്സ്റ്റൈൽ മേഖലയിൽ നിന്നൊക്കെ ഒരുപാട് എക്സ്പോർട്ട് UK-യിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരം സെക്ടേഴ്സിനെ അത് ഹെൽപ്പ് ചെയ്യും. ലെതർ, ഫുഡ് വെയർ, മറൈൻ പ്രൊഡക്ട്സ്, പ്രോസസ്ഡ് ഫുഡ്സ്, എഞ്ചിനീയറിംഗ് ഗുഡ്സ്, ഓട്ടോ കമ്പോണൻസ്, ഇതിനൊക്കെ കൂടുതൽ ഹെൽപ്പ് ആവും. മാത്രമല്ല ഈ സെക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താ, ദീസ് ആർ ഓൾ ലേബർ ഇൻറ്റൻസീവ് സെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ജോലിക്കാർ വേണ്ട സ്ഥലമാണ്, വർക്കേഴ്സ് ഒരുപാട് വേണ്ടതാണ്. അപ്പോൾ ഇത്തരം സെക്ടേഴ്സിനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഹെൽപ്പ്, അതായത് വർക്കേഴ്സ് ഒരുപാട് വേണ്ട സെക്ടേഴ്സിനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ സെക്ടർ ഗ്രോത്ത് ചെയ്യുന്നതനുസരിച്ച് ഒരുപാട് വർക്കേഴ്സ് എഗെയിൻ നമ്മൾ റിക്രൂട്ട് ചെയ്യേണ്ട ആവശ്യം വരും. അതായത് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ പരിപാടി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതായത് എംപ്ലോയ്മെന്റ് ജനറേഷനോട്ട് നയിക്കുന്നുണ്ട് ഇത്തരം സെക്ടേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത് വഴി. സോ ഇങ്ങനൊരു സിസ്റ്റം കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ, ഇങ്ങനൊരു എഗ്രിമെന്റ് കൊണ്ടുവരുമ്പോൾ എംപ്ലോയ്മെന്റ് ജനറേഷനോട്ടും നയിക്കുന്നുണ്ട്. ദെൻ ഇംപ്രൂവ്ഡ് കോമ്പറ്റിറ്റീവ്നെസ്. അതായത് UK-യിൽ ഇപ്പോൾ ഇന്ത്യക്കുള്ള ഈ ഒരു അഡ്വാൻറ്റേജ് ഇല്ലേ, അതായത് ഡ്യൂട്ടി ഫ്രീ ആക്സസ് ഉണ്ട്, ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്. ഇത് പണ്ട് തൊട്ടേ ആർക്ക്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, കംബോഡിയ മുതലായിട്ടുള്ള രാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പ്രോഡക്ട്സ് ഒക്കെ അത്യാവശ്യം വില കുറവിലായിരുന്നു UK-യിൽ എത്തിയിരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന എന്തായിരുന്നു, കുറേ ടാക്സ് ഒക്കെ പിടിച്ച് നമ്മുടെ ഇന്ത്യൻ പ്രോഡക്ട്സ് ഒരു കോമ്പറ്റീഷൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൈസിൻ്റെ കാര്യത്തിലൊക്കെ. ഇനി അതില്ല. ഓക്കെ, അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്സ്. ഇന്ത്യ ജനറിക് മെഡിസിൻസ് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും വലിയൊരു കൺട്രിയാണ്. ഓക്കെ, ലോകത്തിലെ തന്നെ ജനറിക് മെഡിസിൻ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ സെക്ടേഴ്സിനും ഇതൊരു ബൂസ്റ്റ് ആയിട്ടുണ്ട്.
ദെൻ സോഷ്യൽ സെക്യൂരിറ്റി റിലീഫ്. ഓക്കെ, എന്താണ് ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ? ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ന്യൂസ് പേപ്പർ ഡിസ്കഷനിൽ പറഞ്ഞു. ഞാൻ ഒന്നുകൂടി പറയാം. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നിട്ട് ഒരാൾ യു കെയിലോട്ട് പോയി. യു കെയിൽ പോയിട്ട് വർക്ക് ചെയ്യുമ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ് നമ്മൾ കൊടുക്കണമായിരുന്നു. അതായത് യു കെയിലാണെന്നുണ്ടെങ്കിലും ഇന്ത്യയിലും കൊടുക്കായിരുന്നു. എന്ത് ഈ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ? അതായത് നമ്മൾ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വെൽഫെയർ സ്കീംസ് അല്ലെങ്കിൽ പെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്കീംസ്, ഇതിനൊക്കെ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണമായിരുന്നു. ഓക്കെ, യു കെയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇന്ത്യക്കാരാണെന്നുണ്ടെങ്കിൽ അത് യു കെയിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം, ഇന്ത്യയിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഡബിൾ കോൺട്രിബ്യൂഷൻ നിലനിന്നിരുന്നത്. ഇനി മുതൽ അങ്ങനെയല്ല. ഇനി മുതൽ ഒരു 5 വർഷം കാലാവധിയോളം, ഇപ്പോൾ യു കെയിലോട്ട് പോയ ഒരു ഇന്ത്യക്കാരന് 5 വർഷം കാലാവധിയോളം യു കെയിൽ നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ് കൊടുക്കണ്ട, മറിച്ച് ഇന്ത്യയിൽ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അത്രത്തോളം പൈസ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ മുന്നേ. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇപ്പോൾ യു കെയിലോട്ട് പോകുന്ന ആൾക്കാർ ഒരു ജനറൽ ഒരു 3 years ഒക്കെ അവിടെ നിൽക്കാറുള്ളൂ ജനറലി. അപ്പോൾ ഇവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി യു കെയിൽ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ മിനിമം ഒരു 5-6 വർഷം വേണം. അപ്പോൾ അതിനെക്കാട്ടും മുന്നേ അവരിവിടെ തിരിച്ചെത്തി ഇന്ത്യയിലെത്തി. അപ്പോൾ അവരുടെ ബെനിഫിറ്റ് യു കെയിൽ നിന്ന് കിട്ടാറുമില്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒരുപാട് സോൾവ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു എഗ്രിമെൻറ്റ് വന്നേക്കുന്നത്. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇറ്റ് ഹെൽപ്പ് അറൗണ്ട് 75,000 വർക്കേഴ്സ്, 900 കമ്പനീസ്, അറൗണ്ട് ഒരു $600 million നമുക്ക് ആക്ച്വലി സേവ് ചെയ്യാൻ പറ്റും. ദെൻ മാർക്കറ്റ് ആക്സസ് ടു യു കെ പ്രൊഡക്ട്സ്. നമ്മൾ പാലിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന് പറഞ്ഞില്ലേ. അതുപോലെ ഇന്ത്യക്ക് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്, അതുപോലെ യു കെക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. ലൈക്ക് ബ്രിട്ടീഷ് കാറുകൾ അല്ലാന്നുണ്ടെങ്കിൽ സ്കോച്ച് വിസ്കി, ഈ പ്രൊഡക്ട്സിനൊക്കെ നമ്മൾ താരിഫ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങൾ വില കുറയും, ഒരുപാട് ഇമ്പോർട്ടും ഇതിലോട്ട് വരാൻ സാധ്യതയുണ്ട്. ദെൻ വാട്ട് ഇസ് സിഗ്നിഫിക്കൻറ്റ് ഫോർ ഇന്ത്യ? ഫസ്റ്റ് തിങ്, എൻഹാൻസസ് ദ എംപ്ലോയ്മെൻറ്റ്. അതായത് എംപ്ലോയ്മെൻറ്റ്, ഞാൻ പറഞ്ഞു എക്സ്പോർട്ട് ചെയ്യുന്ന സെക്ടേഴ്സ് കൂടുതലും എന്താ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സ്, അതായത് ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സ്. സോ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ നയിക്കുന്നുണ്ട്. ഇംപ്രൂവ് മാർക്കറ്റ് ആക്സസ് ഫോർ ഇന്ത്യൻ പ്രോഡക്ട്സ്. ദെൻ എൻകറേജസ് ഗ്രേറ്റർ കോമ്പറ്റീറ്റീവ്നെസ് ഇൻ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. ഇപ്പം ഇന്ത്യ യു കെന്ന് ഒരു കാറുകളൊക്കെ ഇന്ത്യയിലോട്ട് വരുന്നു പറഞ്ഞില്ലേ, അല്ലെങ്കിൽ സ്കോച്ച് വിസ്കി കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെയുള്ള കമ്പനിക്കാർക്ക് അതൊരു ആക്ച്വലി ത്രെട്ട് അല്ലേ ചെറുതായിട്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരുടെ ക്വാളിറ്റിയും കൂട്ടാൻ ശ്രമിക്കും. ഇന്ത്യയിലുള്ള ആൾക്കാരുടെ മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാർ, ഡൊമസ്റ്റിക് മാനുഫാക്ചേഴ്സും അവരുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കൂട്ടാൻ നോക്കും. സോ ഒരു നല്ലൊരു കോമ്പറ്റീഷൻ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ഇറ്റ് വുഡ് ഓൾസോ അട്രാക്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇന്ത്യയിലോട്ട് ഇവിടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് വരാൻ സാധ്യതയുണ്ട്. മേക്കിംഗ് ഇന്ത്യ, പിന്നെ എക്സ്പോർട്ട് ലെഡ് ഗ്രോത്ത്. ഇന്ത്യയുടെ കുറേ വിഷനാണ് മേക്ക് ഇൻ ഇന്ത്യയും എക്സ്പോർട്ട് ലെഡ് ഗ്രോത്തും. അതിനൊക്കെ ഹെൽപ്പ് ആകുന്നുണ്ട് ഈ ഒരു സ്കീം വഴി. ഓക്കെ, ദെൻ വാട്ട് ഇസ് ദ ചലഞ്ചസ്? ഫസ്റ്റ് തിങ്, ഡൊമസ്റ്റിക് ഓട്ടോമൊബൈൽ ആൻഡ് ലിക്വർ ഇൻഡസ്ട്രീസ് കുറച്ച് ചലഞ്ച് ഫേസ് ചെയ്യും. കാരണം പറഞ്ഞു കാർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലിക്വർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാകുമ്പോൾ ഇന്ത്യയിൽ ഉള്ള കാർ മാനുഫാക്ചറിങ്ങിനെയും അതുപോലെ തന്നെ ലിക്വർ മാനുഫാക്ചറിങ് അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ നിന്ന് ഒരുപാട് ഇമ്പോർട്ട് വരാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് തിങ്, MSME നീഡ് ഗ്രേറ്റർ അവയർനെസ് ടു യൂട്ടിലൈസ് എ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് ബെനിഫിറ്റ്സ്. MSME സെക്ടേഴ്സ് ഒന്നും ഇതിനെക്കുറിച്ച് അധികം അവയർനെസ് അവർക്ക് കുറവാണ്. അപ്പോൾ അവരൊക്കെ അവെയർ ആക്കേണ്ട ആവശ്യമുണ്ട് ഇങ്ങനെ സെക്ടേഴ്സിന്. അപ്പോൾ MSME സെക്ടേഴ്സിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടണം നമ്മൾ. ആക്ച്വലി അവരെ കുറച്ചും കൂടി അവെയർ ആക്കേണ്ട ആവശ്യമുണ്ട്. ദെൻ ലോ യൂട്ടിലൈസേഷൻ റേറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ്. നമുക്ക് പല രാജ്യങ്ങളായിട്ട്, ഇപ്പോൾ ആസിയാനായിട്ടാണെങ്കിലും മറ്റ് രാജ്യങ്ങളൊക്കെ ആയിട്ടും അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഒക്കെ നമുക്ക് ഒരുപാട് എഗ്രിമെൻറ്റ്സ് ഉണ്ട്, ഗ്രൂപ്പിങ്സിനൊക്കെ ആയിട്ട് എഗ്രിമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ നമ്മളത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യില്ല. ഒരു പേരിൽ മാത്രമേ എഗ്രിമെൻറ്റ് ഉണ്ടാവാറുള്ളൂ. അങ്ങനെ ആകരുത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ചലഞ്ച് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലോജിസ്റ്റിക്സ്, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു ഒരുപാട് കാര്യം ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് ലോജിസ്റ്റിക്സിൻ്റെ ഫെസിലിറ്റി, ഇറക്കുമതിയും കയറ്റുമതിയൊക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അത് സിംപ്ലിഫൈ ചെയ്യണം നമ്മൾ ആക്ച്വലി. ദെൻ അതിനുള്ള ടെക്നോളജി വേണം. ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഉറപ്പ് വരുത്തണം. ഫൈറ്റോ സാനിറ്ററി മെഷേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ പലപ്പോഴും ഡയറി പ്രോഡക്ട്സ് ഒക്കെ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിനുള്ള ക്വാളിറ്റി കുറവാകുന്ന ഒരു കംപ്ലൈൻ്റ് ഒക്കെ വരാറുണ്ട്. സോ എക്സ്പോർട്ട് ലെഡ് ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉറപ്പ് വരുത്തണം. പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും നമ്മൾ ഉറപ്പ് വരുത്തണം. സെക്കൻഡ്, ദെൻ ലാസ്റ്റ്, വാട്ട് ഇസ് എ വേ ഫോർവേഡ്? ഫസ്റ്റ് തിങ്, ഇംപ്രൂവ് അവെയർനെസ് എമംഗ് ദ എക്സ്പോർട്ടേഴ്സ്. ഓക്കെ, ദെൻ സിംപ്ലിഫൈ ദ കസ്റ്റം ആൻഡ് എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സ്. എങ്കിൽ മാത്രമല്ലേ നമുക്കത് എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനൊക്കെ നല്ല രീതിയിൽ പറ്റത്തുള്ളൂ. എൻഹാൻസ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലോജിസ്റ്റിക്സ്. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന, എക്സ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടിയാലാണ് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് പ്രോപ്പർട്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബിൽഡ് കോമ്പറ്റീറ്റീവ്നെസ് റേദർ ദാൻ റിലൈയിങ് ഓൺ ലോങ് ടേം പ്രൊട്ടക്ഷനിസം.
അതായത് പണ്ട് ഇന്ത്യ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഇൻഡസ്ട്രീസിനൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് വയ്ക്കും. അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതിലൊക്കെ നമ്മൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ച്, കോട്ട വെച്ച്, താരിഫൊക്കെ വെച്ച് അധികം നമ്മുടെ ഇൻഡസ്ട്രീസിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. മീൻസ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കോമ്പറ്റീഷൻ കുറയ്ക്കാനായിട്ട്. പക്ഷെ ഇപ്പം അങ്ങനെ പ്രൊട്ടക്ഷനിസം മാത്രം പോരാ. മറ്റു രാജ്യങ്ങളായിട്ടുള്ള കോമ്പറ്റീഷൻ വരുമ്പോൾ ഇന്ത്യൻ പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി കൂടാനും അല്ലെങ്കിൽ ആ ഒരു സെക്ടർ ഗ്രോത്ത് ചെയ്യാനും സാധ്യതയുള്ളൂ. സോ പ്രൊട്ടക്ഷനിസം മാറ്റുക, എന്നിട്ട് കോമ്പറ്റീറ്റീവ്സും കൂട്ടണം. ഓക്കെ, ദ നെക്സ്റ്റ് ന്യൂസ്. Researchers have identified a new species of African monkey, Colobus congoensis. Okay, ഇങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യാൻ തോന്നുന്നു കേട്ടോ. ഓക്കെ, commonly called lickveli. Okay, in Lomami National Park in Democratic Republic of Congo. അതായത് സെൻട്രൽ ആഫ്രിക്കൻ രാജ്യമാണ് ഈ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. അവിടെ ഉള്ളൊരു നാഷണൽ പാർക്കാണ് ഈ പറഞ്ഞ ലൊമാമി നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ നാഷണൽ പാർക്കിൽ ഒരു മങ്കി സ്പീഷീസിനെ കണ്ടെത്തി. ഇത്രയും നാളത് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് സാധാരണ ഒരു മങ്കിയായിട്ട് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അതൊരു വേറെ സ്പീഷീസ്, അതിൻ്റെ ജനറ്റിക്കലി അത് നോക്കിയപ്പോഴാണ് അത് വേറെ സ്പീഷീസാണ് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ അതിൻ്റെ പേരാണ് ഈ പറഞ്ഞ പോലെ എന്ത്, സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് കൊളോബസ് കോങ്കോയിൻസിസ് എന്ന് പറയും. കോമൺലി കോൾഡ് ലിക്വേലി അല്ലെങ്കിൽ ലൈറ്റ് വേലി എന്നൊക്കെ പറയും. ദെൻ ഇത് കാണുന്നത് ലൊമാമി നാഷണൽ പാർക്കിലാണ്. ഇതിന് ഡിസ്റ്റിങ്ക്റ്റ് ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മോൾ സൈസിൽ ബ്ലാക്ക് മങ്കിയാണ്, ചെറിയ സൈസാണ്, ബ്ലാക്ക് കളറാണ്, ഓറഞ്ച് ക്രീം പാച്ച് അറൗണ്ട് ദ മൗത്ത്. ഈ ഫോട്ടോ കറക്റ്റ് നോക്കുകയാണെന്ന് അറിയാൻ പറ്റും. ഒരു ഓറഞ്ച് ക്രീം കളർ ഇതിൻ്റെ മൗത്തിൻ്റെ അവിടെ ഉണ്ട്, ഒരു പാച്ചസ് ഉണ്ട്. ദെൻ ഇതിൻ്റെ വാലിൽ അത്യാവശ്യം വൈറ്റ് പാച്ചസ് ഉണ്ടാവും. പിന്നെ ഐഡന്റിഫിക്കേഷൻ മെത്തേഡ് ജനറ്റിക് ടെസ്റ്റിംഗ്. സാധാരണ പോലെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് അത് ഒരു വേറെ സ്പീഷീസ് ആണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അത് ഈ ഒരു സ്പീഷീസ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ലുക്സ് ലൈക്ക് അനദർ മങ്കി അല്ലെങ്കിൽ മറ്റു മങ്കീസിനൊക്കെ പോലെ തന്നെയാണ് തിരിക്കുന്നത്. ദെൻ വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ്? ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും നാൾ ഈ ഒരു ജീവി ഉണ്ടായിട്ടും അതൊരു പുതിയൊരു സ്പീഷീസ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്നില്ല. സോ ഇത് ഹൈലൈറ്റ്സ് ദ റിച്ച് ബട്ട് അൺഎക്സ്പ്ലോർഡ് ബയോഡൈവേഴ്സിറ്റി ഓഫ് സെൻട്രൽ ആഫ്രിക്കൻ റെയിൻ ഫോറസ്റ്റ്. സെൻട്രൽ ആഫ്രിക്കൻ റെയിൻ ഫോറസ്റ്റ് ഇനിയും ഇതുപോലെ ഒരുപാട് സ്പീഷീസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ജനറ്റിക് സ്റ്റഡീസ്. ഇതൊരു ജനറ്റിക് സ്റ്റഡി വെച്ചിട്ടല്ല ഇങ്ങനെ സ്പീഷീസ് കണ്ടെത്തിയത്, പുതിയൊരു സ്പീഷീസ് ആണ്. അപ്പോൾ it demonstrates the importance of genetic studies, then reinforces the need for habitat conservation and biodiversity protection. ബയോഡൈവേഴ്സിറ്റി ഒന്നും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പുതിയ സ്പീഷീസ് നമ്മൾ തിരിച്ചറിയാൻ മുന്നേ അത് എക്സ്റ്റൻഷൻ സംഭവിച്ചു, വംശനാശം സംഭവിച്ചു. ഓക്കെ, ദ നെക്സ്റ്റ് ന്യൂസ്. An analysis based on the Periodic Labour Force Survey 2023-24 highlights that India's Generation Z അഥവാ Gen Z faces high unemployment, informality and weak social security despite being the country's demographic dividend. ഇപ്പോൾ നിലവിലെ ഇന്ത്യ എങ്ങനെയാണ്? ഇന്ത്യയിൽ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയും. അതായത് ഇന്ത്യയിലെ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂത്ത് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ യൂത്ത് പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? എംപ്ലോയ്മെൻറ്റ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകാൻ ഭയങ്കര സാധ്യത. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയും? ഇന്ത്യയിൽ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ടെന്ന് പറയും. ഇപ്പം ജെൻസി പോപ്പുലേഷൻ ഇന്ത്യയിൽ കൂടുതൽ തന്നെയാണ്. പക്ഷേ ഇതുപോലെ യൂത്ത് പോപ്പുലേഷൻ ജെൻസി പോപ്പുലേഷൻ ഉണ്ടായിട്ട് മാത്രം കാര്യമുണ്ടോ? അവരിവിടെ അൺഎംപ്ലോയ്മെൻ്റ് ആണ് അവർ നേരിടുന്നത്. അല്ലെങ്കിൽ ഇൻഫോർമാലിറ്റി, ഫോർമലായിട്ടുള്ള ജോലിയൊന്നും ഇല്ല, ഇൻഫോർമൽ ആയിട്ടുള്ള ജോലികളേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. വെറും ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റിന് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ഉണ്ടെന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നേരിടുന്ന പ്രശ്നങ്ങളാണ് എന്ത്, ജെൻസി ജനറേഷൻ നേരിടുന്ന പ്രോബ്ലംസ് ആണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. ദെൻ ഇന്ത്യയിലെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ട്, അതിന് ഡാറ്റ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ ഹാസ് 371 മില്യൺ യൂത്ത് പോപ്പുലേഷൻ ഇന്ത്യയിലുണ്ട്. പിന്നെ എന്താണ് ഈ ജെൻസി? ജെൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1997-നും 2012-നും ഇടയിൽ ജനിച്ചേക്കുന്ന ആൾക്കാരാണ് ജെൻസി ജനറേഷൻ എന്ന് പറയുന്നത്. ഇതിന് മുന്നേ ജനിച്ചേക്കുന്ന ആൾക്കാരെ നമ്മൾ മില്ലേനിയൽസ് എന്ന് പറയും. ഓക്കെ, മില്ലേനിയൽസ് എന്ന് പറയും. ഓക്കെ, ദെൻ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 40% ജെൻസിയും സ്റ്റിൽ പെർസീവിങ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു ജെൻസി പോപ്പുലേഷന് 40% ആൾക്കാരും ജോലിയല്ല ചെയ്യുന്നത്, മറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. കാരണം അവർക്ക് ജോലി കിട്ടിയിട്ടുമില്ല, ഒന്നാമത്തെ കേസ്. അതുകൊണ്ട് അവർക്ക് പഠിക്കേണ്ട സിറ്റുവേഷൻ വരുന്നു. ദെൻ എ ലാർജ് പ്രപ്പോർഷൻ ഓഫ് എംപ്ലോയിഡ് യൂത്ത് ആർ ഇൻ അൺപെയ്ഡ് ഫാമിലി വർക്ക് ആൻഡ് കാഷ്വൽ ഇൻഫോർമൽ എംപ്ലോയ്മെൻറ്റ്. ഇനിയിപ്പോൾ ജോലി കിട്ടിയെന്ന് വിചാരിക്കുക,
അവർ ഫോർമൽ ആയിട്ടുള്ള ജോലി ഒന്നല്ല ചെയ്യുന്നത്, ഇൻഫോർമൽ സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അൺപെയ്ഡ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് വർക്ക്സ് അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ട് വർക്കിലൊക്കെയാണ് അവർ ജോലി ചെയ്യുന്നത്. ഓക്കെ, ഫാമിലി വർക്കിലൊക്കെയാണ് ജോലി ചെയ്യുന്നത്. കുറച്ചുകൂടി ഡെപ്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലി 14.8% ഓഫ് യങ് മെൻ ആർ റെഗുലർ വേജ് ഏണേഴ്സ്. ജസ്റ്റ് 14% ഉള്ളൂ ആൾക്കാർ റെഗുലർ ആയിട്ട് നമുക്ക് വേജ് കിട്ടുന്ന ആൾക്കാരിൽ വർക്ക് ചെയ്യുന്നത്. അതിൽ തന്നെ വുമൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെൻ ഇത്രയും, വുമൺ നോക്കുകയാണെങ്കിൽ 4.7% വുമൺ ആർ റെഗുലർ വേജ് ഏണേഴ്സ്. കുറവാണ്. ജസ്റ്റ് 4.7% ആൾക്കാർക്ക് വുമണിന് മാത്രമേ റെഗുലർ ആയിട്ട് എന്ത് വേജ് ലഭിക്കുന്ന ജോലിയിലുള്ളൂ. ദെൻ ജെൻഡർ ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ ജെൻഡർ ഇൻജസ്റ്റിസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ സിഗ്നിഫിക്കൻ്റ്ലി ലോവർ ദാൻ മെയിൽസ്. അതായത് ഫീമെയിൽസ് ലേബർ ഫോഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് കമ്പാരിറ്റീവ്ലി മെയിലിനെക്കാട്ട് കുറവാണ്. ആണുങ്ങളാണ് എന്ത് കൂടുതലും ജോലിക്ക് പോകുന്നത്. ബിക്കോസ് ഓഫ് മെനി റീസൺസ് ലൈക്ക് ചൈൽഡ് കെയർ റെസ്പോൺസിബിലിറ്റീസ് ഫീമെയിൽസിന് വരുന്നുണ്ട്, സേഫ്റ്റി കൺസേൺസ്, അവർക്ക് ഇപ്പോൾ ജോലി സ്ഥലത്തുള്ള ഹറാസ്മെൻറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ട്രാവലിങ്ങിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, അല്ലാതെ മൊബിലിറ്റി കോൺസ്ട്രെയിൻസ് ഞാൻ പറഞ്ഞ, പിന്നെ സോഷ്യൽ നോംസ്, സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കണം എന്ന് പറയുന്ന രീതിയിലുള്ള ചിന്ത ഇപ്പോഴും പല ആൾക്കാരുടെയിലും ഉണ്ട്. അപ്പോൾ അതുപോലുള്ള സോഷ്യൽ കൺസേൺസും അല്ലെങ്കിൽ സോഷ്യൽ നോംസും ഈ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് കൂടുന്നതിനെ തടുക്കുന്നുണ്ട്. ദെൻ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ജെൻസി ജനറേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 41.7-ഉം മില്ലേനിയൽസിൽ 75%-ഉം ഉണ്ട്. അതിൽ തന്നെ റൂറൽ അർബൻ ഡിവൈഡും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ജെൻസി അൺഎംപ്ലോയ്മെന്റ് നോക്കുമ്പോൾ 19.9%ആണ് കൂടുതൽ. അതായത് ജെൻസി നമുക്ക് യൂത്ത് പോപ്പുലേഷൻ ഉണ്ട്, പക്ഷേ അൺഎംപ്ലോയിഡ് ആണ്. ഓക്കെ, ഇനി ഗ്രാജുവേറ്റ് അൺഎംപ്ലോയിഡ് ആണ് മറ്റൊരു കാര്യം. അതായത് ഗ്രാജുവേറ്റ് ട്രാപ്പ് എന്ന് പറയാം. നമ്മളെല്ലാവർക്കും ഭയങ്കര ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാവും, പക്ഷേ ജോലി ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഈ ഒരു സംഭവം റിയാലിറ്റിയാണ്. അതായത് മെയിൽ ഗ്രാജുവേറ്റ്സ് 29% അൺഎംപ്ലോയിഡ് ആണ്. നമുക്ക് ഗ്രാജുവേഷനൊക്കെ ഉണ്ട്, ബിരുദമൊക്കെ ഉണ്ട്, എന്നാൽ മെയിൽസിന് 29% ആൾക്കാർക്കും ജോലിയില്ല. സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ 36.9, അതായത് ഏകദേശം 37% സ്ത്രീകൾക്കും ഗ്രാജുവേഷൻ കഴിഞ്ഞാലും ജോലിയില്ല. സോ ദർ ഇസ് എ ഗ്രാജുവേറ്റ് ട്രാപ്പ് എന്ന് അതിന് പറയാം. ദെൻ വൈ ദിസ് ഇസ് ഹാപ്പനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് എ മിസ്മാച്ച് ബിറ്റ്വീൻ ദ സ്കിൽ. അതായത് ജോലിക്ക് വേണ്ട സ്കില്ലും എന്നവർ പഠിച്ചിറങ്ങിയപ്പോൾ കോളേജിൽ നിന്ന് ലഭിച്ചേക്കുന്ന സ്കില്ലും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. അതായത് ജോലിക്ക് വേണ്ട സ്കിൽസ് ഒന്നും പഠിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. അവരുടെ അക്കാദമിക് അല്ലെങ്കിൽ അവരുടെ സിലബസും കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. ദെൻ ലാക്ക് ഓഫ് ക്വാളിറ്റിയുള്ള ജോബ്സ് ഉണ്ടില്ല. അതുപോലെ തന്നെ ഇമ്പാക്ട് ഓഫ് ഓട്ടോമേഷൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്നപ്പോൾ ഒരുപാട് ജോലി പോയിട്ടുണ്ട്. 10 ആൾക്കാർ വർക്ക് ചെയ്യേണ്ട സമയത്ത് ഇപ്പോൾ 2 ആൾക്കാർ വർക്ക് ചെയ്താലും മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ അൺഎംപ്ലോയ്മെന്റ് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇൻഫോർമൽ എംപ്ലോയ്മെന്റ്, അതായത് മെജോറിറ്റി വർക്ക് ഫോഴ്സും ഇൻഫോർമൽ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്, ഫോർമൽ സെക്ടേഴ്സിലല്ല വർക്ക് ചെയ്യുന്നത്. ഇൻസെക്യൂർ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ലോ സോഷ്യൽ പ്രൊട്ടക്ഷൻ. അതുകൊണ്ട് തന്നെ എന്തുണ്ടാകുന്നു, ഇൻഫോർമൽ ആയിട്ടുള്ള ഇൻസെക്യൂർ ആയിട്ട് അൺഎംപ്ലോയ്മെന്റ്, അവരുടെ ജോലി എപ്പോൾ വേണമെങ്കിലും പോകാം, പിന്നെ ഫോർമൽ അല്ല. ദെൻ സോഷ്യൽ പ്രൊട്ടക്ഷൻസും അവർക്ക് കുറവായിരിക്കും, പെൻഷൻ മറ്റു കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ദെൻ ചലഞ്ചസ് ഐഡന്റിഫൈഡ്, ഇനി പറഞ്ഞേക്കുന്ന സെയിം കാര്യങ്ങൾ കുറച്ചും കൂടി നല്ല രീതിയിൽ പറയുകയാണെങ്കിൽ ജോബ്ലെസ് ഗ്രോത്ത്. നമുക്ക് ഇന്ത്യയിൽ ഗ്രോത്ത് ഉണ്ട്, പക്ഷേ ജോബുകൾ ഡെവലപ്പ് ആകുന്നില്ല. സ്കിൽ മിസ്മാച്ച് നടക്കുന്നുണ്ട്. ഹൈ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ്, ഞാൻ പറഞ്ഞ പോലെ ഗ്രാജുവേഷൻ ട്രാപ്പ് ഉണ്ട്. ദെൻ ലോ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്, ഇൻഫോർമലൈസേഷൻ ഓഫ് എംപ്ലോയ്മെന്റ്, വീക്ക് സോഷ്യൽ സെക്യൂരിറ്റി കവറേജ് ആൻഡ് ഓട്ടോമേഷൻ റെഡ്യൂസിംഗ് ദ ഡിമാൻഡ് ഫോർ റൂട്ടീൻ ജോബ്സ്. പറഞ്ഞിരിക്കുന്ന സെയിം കാര്യം തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്തോളൂ. ദെൻ വാട്ട് ഇസ് ദ വേ ഫോർവേഡ് അല്ലെങ്കിൽ സജസ്റ്റഡ് സൊല്യൂഷൻസ്? ഫസ്റ്റ് തിങ്, എക്സ്പാൻഡ് ദ ലേബർ ഇൻറ്റൻസീവ് മാനുഫാക്ചറിങ് ആൻഡ് സർവീസസ്. അതായത് ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള മാനുഫാക്ചറിങ്, അതായത് ഒരുപാട് ജോലി കൊടുക്കാൻ പറ്റുന്ന സെക്ടേഴ്സ് ഉണ്ടാവും. ആ സെക്ടേഴ്സ് ഫോക്കസ് ചെയ്തിട്ട് അവിടെ ഗ്രോത്ത് ഉണ്ടെങ്കിൽ ഒരുപാട് എംപ്ലോയ്മെന്റ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവും. സ്ട്രെങ്തൻ സ്കൂൾ ടു വർക്ക് ട്രാൻസിഷൻ, അതായത് നമുക്ക് സ്കൂൾ ടു വർക്ക് ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ജോലിക്ക് വേണ്ട സ്കില്ലൊക്കെ നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ അവർക്ക് നേരെ ജോലിയിലോട്ട് കയറിയാൽ മതി. ദെൻ ഇൻസെൻറ്റീവ് ഫോർ ഫോർമൽ എംപ്ലോയ്മെന്റ്, പിന്നെ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ സേഫ് ട്രാൻസ്പോർട്ട് ഉറപ്പുവരുത്താം. ചൈൽഡ് കെയർ സപ്പോർട്ട്, ഫ്ലെക്സിബിൾ വർക്ക് അറേഞ്ച്മെന്റ്, ഇവർക്ക് പീരിയഡ്സ് ഒക്കെ ആവുന്ന സമയത്ത് എന്ത് ചെയ്യുക, കുറച്ച് ലീവും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്ക് ഫ്രം ഹോം, ഇതുപോലുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നമ്മൾ കുറച്ച് അറേഞ്ച്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് കൂടാൻ സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് ന്യൂസ്, ലാസ്റ്റ് ന്യൂസ് ആണ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വിസിറ്റഡ് ഓസ്ട്രേലിയ ഇൻ 8 and 10 July 2026. അതായത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഓസ്ട്രേലിയ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്കീംസ്, ഒരുപാട് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അവർ സൈൻ ചെയ്തിട്ടുണ്ട്, കുറേ എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. സോ ഇത് ഭയങ്കര ഫാക്ച്വൽ ആയിട്ടൊരു ന്യൂസാണ്. പക്ഷെ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇതൊരു ഇന്ത്യ ഓസ്ട്രേലിയ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് എഴുതി പറ്റും. ഇപ്രാവശ്യത്തെ മെയിൻസ് എഴുതാൻ പോകുന്ന ആൾക്കാരൊക്കെ ദർ ഇസ് എ ചാൻസ് ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. ഇന്ത്യ UK റിലേഷൻഷിപ്പും ഇന്ത്യ ഓസ്ട്രേലിയ റിലേഷൻഷിപ്പും ചോദിക്കാൻ ഇത്തിരി സാധ്യതയുണ്ട്. സോ ഒന്ന് അറിഞ്ഞിരിക്കാം. ഭയങ്കര ഫാക്ച്വൽ ആയിട്ടൊരു കാര്യം പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് റീഡ് ചെയ്യുക. ഞാൻ പറഞ്ഞു പോകുന്നു, ജസ്റ്റ് റീഡ് ചെയ്യുക, പഠിക്കുക. The visit strengthened the Indo-Australia Comprehensive Strategic Partnership through the agreements on defense, cyber security, energy, education, maritime security, investment and people-to-people contact. അതായത് പല മേഖലയിൽ നമ്മൾ കുറേ എഗ്രിമെൻറ്റ്സും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഏതൊക്കെ മേഖല? ഡിഫൻസ്, സൈബർ സെക്യൂരിറ്റി, എനർജി, എഡ്യൂക്കേഷൻ, മാരിടൈം കോർപ്പറേഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പീപ്പിൾ ടൈസ്. ഓരോന്നും ഡെപ്തിൽ നോക്കാം. ഓക്കെ, ഇത് ഭയങ്കര ഓർത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇല്ലാന്നും പറയുന്നത്. പക്ക ഫാക്ച്വൽ ആണ്. സ്റ്റാറ്റിക് പോർഷനിൽ നമ്മൾ ഒരുപാട് കവർ ചെയ്യുന്നത് കൂടിയാണ്. ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി മേഖലയിലാണെങ്കിൽ അഡോപ്ഷൻ ഓഫ് ജോയിന്റ് ഡിക്ലറേഷൻ ഓൺ ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി കോർപ്പറേഷൻ. ഒരു ഡിക്ലറേഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ജോയിന്റ് ഡിക്ലറേഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുവഴി ഇൻഡോ പസഫിക് മേഖലയിൽ പീസ് ആൻഡ് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുക. ഇൻഡോ പസഫിക് മേഖലയിൽ, ഇന്ത്യ ഓഷ്യൻ്റെ പസഫിക് ഓഷ്യൻ മേഖലയിലും സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ, നമ്മൾ ജോയിന്റ് ഡിക്ലറേഷൻ സൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ സൈബർ ആൻഡ് ക്രിമിനൽ ടെക്നോളജി, ആ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സൈബർ ആൻഡ് ക്രിട്ടിക്കൽ ടെക്നോളജീസ് നോക്കുമ്പോൾ എ ന്യൂ പാർട്ണർഷിപ്പ് ഓൺ സൈബർ ക്രിട്ടിക്കൽ ടെക്നോളജീസ് ആൻഡ് സപ്ലൈ ചെയിൻ ഒരു എഗ്രിമെന്റ് കൊണ്ടുവന്നേക്കുന്നതാണ്. സോ ഹിയർ വി ഫോക്കസ് ഓൺ ദ സൈബർ സെക്യൂരിറ്റി, ക്രിട്ടിക്കൽ ടെക്നോളജീസ്, സപ്ലൈ ചെയിൻ റിസൈലൻസ്, ഇൻഡസ്ട്രിയൽ കൊളാബറേഷൻ. ഇപ്പോൾ നമുക്ക് ഈ ഒരുപാട് യുറേനിയം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട് ഓസ്ട്രേലിയയിൽ നിന്നുണ്ട്. ഓസ്ട്രേലിയ ഈസ് റിച്ച് ഇൻ യുറേനിയം. സോ അത് നമുക്ക് സിവിലിയൻ ന്യൂക്ലിയർ പർപ്പസസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. സോ ഈ മേഖലയിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രിട്ടിക്കൽ ടെക്നോളജി സൈബർ മേഖലയിൽ ഒരു എഗ്രിമെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്, ഡിക്ലറേഷൻ വന്നിട്ടുണ്ട്. മാരിടൈം സെക്യൂരിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാരിടൈം സെക്യൂരിറ്റി കൊളാബറേഷൻ റോഡ് മാപ്പ് ടു എൻഹാൻസ് ദ കോർപ്പറേഷൻ ഇൻ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ. ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ കോർപ്പറേഷൻ കൂട്ടാൻ വേണ്ടി, മാരിടൈം സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രീ, ഓപ്പൺ ആൻഡ് ഇൻക്ലൂസീവ് ആൻഡ് റൂൾ ബേസ്ഡ് ഇൻഡോ പസഫിക് മേഖല അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ. അവിടെ എന്ത് ചെയ്യാം, നല്ല രീതിയിലുള്ള ഫ്രീ, ഓപ്പൺ, ഇൻക്ലൂസീവ്, റൂൾ ബേസ്ഡ് ഇൻഡോ പസഫിക് നമുക്ക് ഉറപ്പ് വരുത്തണം. അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റിക് പോർഷൻ ഇങ്ങനെ വായിച്ചു പോകാനേ പറ്റത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൽ കോൺസെപ്റ്റ്സ് ഒന്നും ഇല്ല. ദീസ് ആർ ജസ്റ്റ് ഫാക്ട്സ്. കേട്ടിരിക്കുക അല്ലേ. ഇതിനുശേഷം PDF വായിക്കാം. എനർജി സെക്യൂരിറ്റി മേഖലയാക്കളെ ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് ഓൺ എനർജി സെക്യൂരിറ്റി, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് യുറേനിയം എക്സ്പോർട്സിന് വേണ്ടിയിട്ട് നമ്മളൊരു എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. സ്പോർട്സ് കൊളാബറേഷൻ മേഖലയിലും അതിന് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ ഡയസ്പോറ, ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ മറ്റ് ഓവർസീ ബോൺ സിറ്റിസൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യക്കാരാണ്. പണ്ട് യൂറോപ്യൻസ് ആയിരുന്നു, പക്ഷെ അതിപ്പോൾ ഇന്ത്യക്കാരാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഡയസ്പോറ നല്ല രീതിയിൽ ഓസ്ട്രേലിയയിൽ നിലവിലുണ്ട്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് മേഖലയിൽ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയിലെ ലാർജസ്റ്റ് പെൻഷൻ ഫണ്ട്, അതായത് ഓസ്ട്രേലിയൻ സൂപ്പർ എന്നാണ്, അവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് തയ്യാറാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ മേഖലയിൽ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയിലെ മെയിൻ യൂണിവേഴ്സിറ്റി, ഗ്ലോബൽ ലെവലിൽ തന്നെ 20ാമത്തെ റാങ്കുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ സൗത്ത് വെയിൽസ്. അവർ ഇന്ത്യയിൽ ക്യാമ്പസ് ഒക്കെ തുടങ്ങാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. സോ എഡ്യൂക്കേഷൻ മേഖലയിലും റിലേഷൻ കൂടുന്നുണ്ട്. ദെൻ കൾച്ചറൽ പീപ്പിൾ ടു പീപ്പിൾ കോണ്ടാക്ട് ടൈസ് വരാണെന്നുണ്ടെങ്കിൽ ബിഗ് ബാഷ് ലീഗ് വിൽ പ്ലേ ദ ഫസ്റ്റ് ഓവർസീ മാച്ച് ഇൻ ഇന്ത്യ, അതായത് സ്പോർട്സ് മേഖലയിലൊക്കെ നോക്കുന്നത്. ദെൻ ഇന്ത്യൻ ഡയസ്പോറ, വൺ ഓഫ് ദ ഫാസ്റ്റ് ഗ്രോയിങ് കമ്മ്യൂണിറ്റീസ് ഇൻ ഓസ്ട്രേലിയ. സോ പീപ്പിൾ ടു പീപ്പിൾ കോണ്ടാക്റ്റും വരുന്നുണ്ട് നല്ല രീതിയിൽ. ദെൻ വൈ ദ പാർട്ട്ണർഷിപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ട് ഇത് ഇമ്പോർട്ടൻറ്റ്? ഫസ്റ്റ് തിങ്, ഇറ്റ് സ്ട്രെങ്തൻ ദ കോർപ്പറേഷൻ ഇൻ ദ ഇൻഡോ പസഫിക് മേഖലയിലുള്ള കോർപ്പറേഷൻ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നു. ദെൻ സെക്കൻഡ് ഇസ് എൻഹാൻസസ് മാരിടൈം സെക്യൂരിറ്റി. പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ, റീജിയണൽ സ്റ്റെബിലിറ്റി ഒക്കെ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ബട്ട് ഇനി എക്കണോമിക് മേഖല നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ വരാൻ സാധ്യതയുണ്ട്. എഡ്യൂക്കേഷൻ, ട്രേഡ്, ടെക്നോളജി കൊളാബറേഷൻ, ഈ മേഖലയെല്ലാം ഇമ്പ്രൂവ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. ദെൻ പീപ്പിൾ ടു പീപ്പിൾ കോണ്ടാക്ട് വരാൻ സാധ്യതയുണ്ട്. എഡ്യൂക്കേഷൻ എക്സ്ചേഞ്ച്, കൾച്ചറൽ പ്രൊമോഷൻ ഒക്കെ സാധ്യതയുണ്ട്. Then what is the challenge? First challenge is geopolitical competition in Indo-Pacific. Indo-Pacific മേഖലയിൽ ചൈനയുടെ കോമ്പറ്റീഷൻ ഓൾറെഡി നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, യുഎസിന്റെ കോമ്പറ്റീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, ഇത്തിരി ചലഞ്ചിങ് ആണ്. ദെൻ ടൈംലി ഇംപ്ലിമെന്റേഷൻ ഓഫ് എഗ്രിമെന്റ്സ്. നമ്മൾ കുറേ എഗ്രിമെന്റ് പല രാജ്യങ്ങളായിട്ട് നമ്മൾ
സൈൻ ചെയ്ത് വെക്കും, പക്ഷെ അത് ടൈമിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാറില്ല. സോ ഇറ്റ്സ് എ ചലഞ്ച്. ദെൻ ബൈലാറ്ററൽ ട്രേഡ് ബിയോണ്ട് ദ കറൻറ്റ് ലെവൽസ്. അതായത് ഇപ്പോൾ നിലവിൽ ട്രേഡ് ഉണ്ട്, ആ ട്രേഡ് കൂട്ടാൻ വേണ്ടിയിട്ടും പല എഗ്രിമെൻറ്റ് വന്നതിലും ചില സമയം അങ്ങനെ ഒരു ബൂസ്റ്റ് ചെയ്യുന്ന ജസ്റ്റ് ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവരും, അത് പ്രോപ്പറായിട്ട് വർക്ക് ആകില്ല. സോ അതിൻ്റെ വർക്കിംഗ് നമ്മൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, ദെൻ വി ആർ ഗിവിങ് എ means answer writing question. You can write the answer and you can send it to this mail ID. 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ഓക്കെ, മെയിൽ ഐ ഡി. ദെൻ ഈ ഒരു മെയിൽ ഐ ഡിയിലോട്ട് അയച്ചു കഴിഞ്ഞാൽ വാല്യൂ ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചയക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.